ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിവരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വിവാഹിതയായ സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നുള്ള കേസ് നൽകാനാകില്ല എന്ന് സുപ്രീം കോടതി. ജസ്റ്റിസ് ബി നാഗരത്ന, ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഈ സുപ്രധാനമായിട്ടുള്ള ഉത്തരവ്. യഥാർത്ഥ ബലാത്സംഗ കേസുകൾ തിരിച്ചറിയാൻ കോടതികൾ ജാഗ്രത പാലിക്കണമെന്നും സുപ്രീം കോടതി പറയുന്നു. ബാലഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബാലു, വലിയ നിർണായകമായിട്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് കേസുകൾ ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അത് കോടതിയുടെ മുന്നിൽ എത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സുപ്രധാന നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. ഇത് ഏത് രീതിയിലാണ് വിലയിരുത്തേണ്ടത് ബാലു? വളരെ സുപ്രധാനമായ ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിഭാഷകനെതിരെ വനിതാ അഭിഭാഷകൻ നൽകിയ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ബലാത്സംഗ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാനമായി ഈ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. ഈ വനിതാ അഭിഭാഷക തന്റെ വിവാഹ ബന്ധം നിലനിൽക്കെ ഈ അഭിഭാഷകനുമായി ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. എന്നിട്ട് ആ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ വിവാഹ വാഗ്ദാനം നൽകിയാണ് ലൈംഗികമായി ഈ അഭിഭാഷകൻ പീഡിപ്പിച്ചതെന്നായിരുന്നു വനിതാ അഭിഭാഷക നൽകിയിരുന്ന ബലാത്സംഗ പരാതിയിൽ പറഞ്ഞിരുന്നത്. പിന്നീട് തന്നെ പറ്റിച്ചു എന്നായിരുന്നു ഈ പരാതിയിൽ പറഞ്ഞിരുന്നത്. തുടർന്ന് ഈ ബലാത്സംഗ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസുമാരായ ബി നാഗരത്നയും ഉജ്വൽ ഭുയാനും അടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ച് സുപ്രധാനമായി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഉത്തരവിൽ കോടതി പറഞ്ഞിരിക്കുന്നത് 1955 ഹിന്ദു വിവാഹ നിയമത്തിലെ 5 വകുപ്പിലെ 1-ാം ഉപവകുപ്പ് പ്രകാരം വിവാഹിതരായ ഒരാൾക്ക് ആ ബന്ധം നിലനിൽക്കെ, ആ വിവാഹ ബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ വിവാഹ വാഗ്ദാനം നൽകിയാണ് താൻ ഈ ഒരു ബന്ധം നിലനിൽക്കുമ്പോൾ വിവാഹ വാഗ്ദാനം നൽകിയ മറ്റൊരു ആളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അതിനെ ബലാത്സംഗം എന്ന് വിലയിരുത്താൻ വേണ്ടി കഴിയില്ല എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. നിയമം പലതരത്തിലും ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് എന്നും അതുകൊണ്ട് തന്നെ യഥാർത്ഥ ബലാത്സംഗ കേസുകൾ തിരിച്ചറിയാൻ കോടതികൾ ജാഗ്രത പാലിക്കണമെന്നും ഈ കേസ് റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഉമ്മ പറഞ്ഞതുപോലെ തന്നെ ഈ രാജ്യത്ത് പല ഭാഗങ്ങളിലും, കേരളം ഉൾപ്പെടെ പല ഭാഗങ്ങളിലും ഇത്തരം പരാതികൾ വരുന്നുണ്ട്. കാരണം ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരാളുമായി ഉഭയസമ്മത പ്രകാരം ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. തുടർന്ന് ഈ വിവാഹ വാഗ്ദാനം നൽകിയതിനാലാണ് അത്തരത്തിൽ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന പരാതി പറയുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ബലാത്സംഗ കേസുകൾ വരുന്നു. ഇത് വലിയ കോളിളക്കമൊക്കെ സൃഷ്ടിക്കുന്നതിനിടയിലാണ് സുപ്രീം കോടതി. അതിൽ തന്നെ ഈ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം ഇപ്പോൾ ഒരു ചോദ്യമായിട്ട് വരുന്നതും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് അതാണല്ലോ കേരളത്തിൽ ഏറ്റവും പ്രമാദമായിട്ട് ഇപ്പോൾ മുന്നിലുള്ളത്. ഇവിടെ ആ പീഡന കേസുകളിലൊക്കെ രാഹുലിന് വേണ്ടി പ്രതിഭാഗം മുന്നോട്ട് വെക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. വിവാഹിതയായ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകാൻ കഴിയുക? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തുടർന്നുള്ള ഈ വാദങ്ങളിലൊക്കെ ഈ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം കൂടി ഒരു റെഫറൻസ് ആയിട്ട് വരുമല്ലോ ബാലു. ഇത് പ്രതിഭാഗത്തിന് കൂടുതൽ ഇളവുകൾ നൽകുന്ന രീതിയിലേക്കുള്ള ഒരു നിരീക്ഷണവുമായി മാറുകയാണല്ലോ ബാലു. ഉമ്മ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ഇതിനെ നമുക്ക് ഈ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നവരുടെ കേസുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ, അതിജീവിതകളുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായും അതിനെ ബാധിക്കും. പക്ഷേ ആ കേസിൽ മറ്റു പല വകുപ്പുകളും പോലീസ് ഇട്ടിട്ടുണ്ട് എന്ന് ലഭിക്കുന്ന വിവരം അതിനെ സംബന്ധിച്ച് അറിയില്ല. അതിനെ സംബന്ധിച്ച് കൃത്യമായി നമുക്ക് ഇത് ഏത് തരത്തിൽ അതിനെ ബാധിക്കുമെന്ന കാര്യം നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉമ്മ പറഞ്ഞത് വ്യക്തമാണ്. കാരണം വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് മറ്റൊരാളുമായി ബന്ധത്തിൽ ഏർപ്പെടുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അത് വിവാഹ വാഗ്ദാനം നൽകിയതിനാലാണ് താൻ അങ്ങനെ ഏർപ്പെട്ടത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നീട് ബലാത്സംഗ കേസുകളും മറ്റും നൽകാൻ വേണ്ടി കഴിയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞത് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകരൊക്കെ കോടതിയിൽ ഉന്നയിക്കാൻ സാധ്യത. കാരണം പരമോന്നത കോടതിയുടെ ഒരു ഉത്തരവാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും രാഹുലിന്റെ കേസിൽ ഉൾപ്പെടെ ഇത് കീഴ്ക്കോടതികളിലും ഹൈക്കോടതികളിലും അതുപോലെ തന്നെ മറ്റു കോടതികളിലും ഒക്കെ ഇതൊരു വലിയ ചർച്ചയാകാൻ വേണ്ടി പോകുന്ന വിഷയമാണ്. ഏതായാലും ഇക്കാര്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് 1955 ഹിന്ദു വിവാഹ നിയമപ്രകാരം ഈ ഒരു വിവാഹത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അതായത് ബന്ധം നിലനിൽക്കെ ആ വ്യക്തിക്ക്, അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, അവർക്ക് മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഈ വിവാഹ വാഗ്ദാനം നൽകുന്ന മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഇത്തരം ഒരു ആരോപണവുമായി രംഗത്ത് വരാൻ വേണ്ടി
കഴിയില്ല എന്നതാണ്. കാരണം 1955 നിയമപ്രകാരം ഒരു വിവാഹ ബന്ധം നിലനിൽക്കുമ്പോൾ മറ്റൊരു വിവാഹം കഴിക്കാൻ അവർക്കാകില്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരം ഒരു ഈ ഉത്തരവിറക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് വലിയ ചർച്ചയാകാൻ വേണ്ടി പോകുന്ന ഉത്തരവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ ബാലു സൂചിപ്പിച്ച പോലെ തന്നെ നീതിന്യായ സംവിധാനത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് തുടക്കമിടുന്ന ഒരു സുപ്രധാന ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി തന്നെ ഒരാൾ ബലാത്സംഗം ചെയ്തു എന്നുള്ള കേസ് നൽകാനാകില്ല, അത് നിലനിൽക്കില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം യഥാർത്ഥ ബലാത്സംഗ കേസുകൾ അത് തിരിച്ചറിയാൻ കോടതികൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർണായകമായിട്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ബി ബാലഗോപാലാണ് ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.